നമസ്കാരം. കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുപ്പൂരിനടുത്ത് ഒരു റോഡരികിൽ ഒരു കാർ കുറെ നേരമായിട്ട് ആളില്ലാതെ നിർത്തിയിട്ടിരിക്കുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അധിക നേരമായിട്ടും അതിൽ നിന്ന് ആരും ഇറങ്ങുകയോ മറ്റു മാറ്റങ്ങളൊന്നും സംഭവിക്കുകയോ ചെയ്യാത്തത് കണ്ടതുകൊണ്ട് അവർ പോയി നോക്കിയപ്പോൾ കണ്ടത് ബോധരഹിതയായ ഒരു പെൺകുട്ടിയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവർക്ക് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീടാണ് അറിഞ്ഞത് നേരത്തെ കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിച്ചാണ് ആ പെൺകുട്ടി മരിച്ചത് എന്ന്. പെൺകുട്ടിയുടെ പേര് ഋതിക. ഈ അടുത്ത കാലത്താണ് ഋതികയുടെ വിവാഹം കഴിച്ചത്. ഭർത്തൃ വീട്ടിൽ നിന്നുണ്ടായ സ്ത്രീധന സംബന്ധമായ പീഡനം കൊണ്ടാണത്രേ ഋതിക ആത്മഹത്യ ചെയ്തത്. അത് വ്യക്തമാക്കുന്നത് ഋതിക മരണത്തിന് അല്പം മുമ്പ് അച്ഛനയച്ച ഒരു ഓഡിയോ സന്ദേശത്തിൽ നിന്നാണ്. നമുക്ക് ആ സന്ദേശം ഒന്ന് കേട്ടു നോക്കാം. சாரிப்பா, இந்த தடவை நான் யாரும் என்னை காப்பாற்றணும்னு நினைக்கலப்பா. எல்லா தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினச்சிருக்கேன். ஆனால் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மையை புரிஞ்சுக்கிட்டேன். இந்த பிரச்சனை சால்வ் ஆகாது. ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாற்றவே முடியாது. அவங்க என்ன ரொம்ப காயப்படுத்திட்டாங்க, ரொம்ப அசிங்கமும் படுத்திட்டாங்க. போதும் அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொட்டுறக்கு. முடிச்சுக்கலாம். ஏன் நீ உன் வாழ்க்கை நீ ஏன் முடிச்சுக்கிற? முட்டாளா நீன்னு உங்களுக்கு தோணலாம். எனக்கு அவ்வளோ தெம்பலாம் இல்லப்பா. அவ்வளோ தைரியமான பொண்ணெல்லாம் கிடையாது. தைரியமா இருக்கிற மாதிரி காமிச்சுக்கிட்டேன். இந்த வாழ்க்கை வேண்டாம், முடிச்சிருக்கலாமே, பொறுமையா இருந்திருக்கலாமே நீங்க யோசிச்சிருந்தா இந்த வாழ்க்கையை முடிச்சாலும் இன்னொரு வாழ்க்கையை தேர்ந்தெடுத்துக்கிறக்கோ இன்னொரு வாழ்க்கையை ஏத்துக்கிறதுக்கான மனம் வலிமை என்கிட்ட இல்லப்பா. அது அசிங்கம். അത് വേറെ മാറി வாழ்க்கையா പോയിരും. ഈ സന്ദേശത്തിൽ പറയുന്നതിന്റെ ഒരു മലയാളം ഇങ്ങനെയായിരിക്കും ഏകദേശം. അച്ഛൻ, എനിക്ക് ഇവരോടൊപ്പമുള്ള ജീവിതം മടുത്തു. മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ മാറുന്നില്ല. ഇവരെന്നെ ഒരുപാട് അപമാനിച്ചു കഴിഞ്ഞു, ഒരുപാട് ഉപദ്രവിച്ചു കഴിഞ്ഞു. ഇയാളും ഇയാളുടെ കുടുംബവും ക്രിമിനലുകളെ പോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തുടരാൻ കഴിയില്ല. എനിക്ക് ഇതിനെ ധൈര്യമായിട്ട് നേരിടാനും ഈ ജീവിതം വിട്ട് ഇറങ്ങി വന്ന് പുതിയൊരു ജീവിതം തുടങ്ങാനും കഴിയില്ല. കാരണം ഞാനൊരു ധൈര്യമുള്ള പെൺകുട്ടിയല്ല. എന്നോട് ക്ഷമിക്കൂ അച്ഛാ എന്നെല്ലാമാണ് ഇതിലെ സന്ദേശം. അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഋതികയുടെ വിവാഹം കഴിയുന്നത്. അന്ന് സ്ത്രീധനമായിട്ട് കൊടുത്തത് 100 പവൻ സ്വർണവും 70 ലക്ഷത്തിനടുത്ത് വില വരുന്ന ഒരു വോൾവോ കാറുമായിരുന്നു. അത് മതിയാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 10 ദിവസത്തിന് തൊട്ട് തന്നെ ഈ പെൺകുട്ടി ആ വീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചു തുടങ്ങി. ഒടുവിൽ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ, ആ വീട്ടുകാരുടെ പീഡനവും താങ്ങാനാവാതെ സ്വന്തം കാറിൽ രാവിലെ അമ്പലത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. പക്ഷെ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കേട്ട സന്ദേശം പെൺകുട്ടി അച്ഛൻ അയച്ചിരുന്നു. അതുപോലെ ആ യാത്രയുടെ മധ്യേ വഴിയരികിൽ കാർ ഒതുക്കി നിർത്തി കയ്യിൽ കരുതിയിരുന്ന വിഷം കുഴിച്ച് ജീവിതം അവസാനിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയല്ല നമ്മുടെ നാട്ടിൽ ഋതിക. ഈ ഇന്ത്യ മഹാരാജ്യത്ത് സംസ്കാരം കൊണ്ട് സമ്പന്നമായ നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ എല്ലായിടത്തും സ്ത്രീധനം എന്ന ഒരു പ്രശ്നത്തിന്റെ പേരിൽ പെൺകുട്ടികൾ കൊല്ലപ്പെടുന്നതും ആത്മഹത്യ ചെയ്യപ്പെടുന്നതും ആദ്യമായിട്ടല്ല. അവരുടെ പേരുകളുടെ നീണ്ട നിരയിലേക്ക് അവസാനം എഴുതി ചേർക്കപ്പെട്ട ഇപ്പോഴത്തെ പേരാണ് ഈ പെൺകുട്ടിയുടേത്. ഒന്ന് ഓർക്കുക, ഇന്നീ കാലത്ത് 2025 ആവശ്യമുള്ള ഒരു നയമല്ല സ്ത്രീധനം. പണ്ട് കാലത്ത് സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ച് മറ്റൊരു നാട്ടിലേക്ക് അയക്കുമ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ പണം കൊടുത്തിരുന്നു എന്ന് ഒരു പക്ഷം പറയുമ്പോൾ, മറ്റുള്ളവരെ പെൺകുട്ടിയുടെ അഭിമാനം കാക്കാൻ വേണ്ടി പണം കൊടുത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് കാലഘട്ടത്തിലുള്ളതാണെന്ന് കൂടെ നമ്മൾ ഓർക്കണം. ഇന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്, പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, നല്ലൊരു പക്ഷം പെൺകുട്ടികൾക്ക് ജോലിയുണ്ട്, അവർക്കൊരു കുടുംബം പറ്റാനുള്ള ധൈര്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ഋതികയ്ക്ക് കിട്ടിയത് ഇതിനൊക്കെ പകരം 100 പവനും ഒരു കാറും കുറെ പേടിയുമായിരുന്നു. മതിയായ ധൈര്യത്തോടു കൂടെ വളർത്താത്തത് കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഈ സാഹചര്യത്തെ നേരിടാൻ കഴിയാതെ ആ കുട്ടി ഈ ലോകത്ത് നിന്ന് പോകുന്നത്. ഈ സാഹചര്യത്തെ ഇനിയെങ്കിലും നമ്മളൊക്കെ ഒന്ന് നേരെ ചൊവ്വെ പ്രതിരോധിച്ചേ മതിയാവുള്ളൂ. സ്ത്രീധന നിരോധന നിയമം ശക്തമായുള്ള ഈ നാട്ടിൽ ഒളിച്ചും പാത്തും ആളുകളെ കാണിച്ചുകൊണ്ടും ലക്ഷങ്ങളും കോടികളും സ്ത്രീധനം കൊടുക്കുന്നത് ഇന്നും നടക്കുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ വിപരീതമായിട്ട് 10 കാശ് വാങ്ങാതെ അന്തസ്സായി പെണ്ണ് കിട്ടുന്നവരും ഇവിടെയൊക്കെയുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഏതുകൊണ്ടോ ഈ കഴിഞ്ഞ കുറെ വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ
ഇങ്ങനെ സ്ത്രീധനത്തിന് വേണ്ടി ആക്രാന്തം മൂത്ത് ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഭിക്ഷയായി കിട്ടുന്ന എന്തെങ്കിലും തുക കൊണ്ട് ഇനി അങ്ങോട്ട് വ്യവസായം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അത് ബാങ്കിലിട്ട പലിശ കൊണ്ടോ ജീവിക്കാം എന്നൊക്കെ കരുതുന്ന വൃത്തികെട്ടവർക്ക് ഇവിടെ ഒരുപാട് കല്യാണ ആലോചനകൾ നടക്കുന്നുണ്ട്, കല്യാണവും നടക്കുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. സത്യത്തിൽ ആ പെൺകുട്ടി ഒരു പോലീസ് പരാതി കൊടുത്തിരുന്നെങ്കിൽ, സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുന്നെന്ന് പരാതി കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് രക്ഷപ്പെടാമായിരുന്നു. കഴിയാതെ പോയത് മതിയായ മാനസിക ധൈര്യം ആ കുട്ടിക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. പലപ്പോഴായി ആ പെൺകുട്ടി വീട്ടുകാരെ അറിയിച്ചിരുന്നു, എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല, എനിക്കിവിടെ താങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ. അപ്പോഴൊക്കെ നമ്മുടെ നാടിന്റെ പതിവ് ടോണായ മോളെ, അതാണ് നിന്റെ വീട്, അതാണ് നിന്റെ കുടുംബം, അവിടെയാണ് നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അവിടെ പോയി നീ ജീവിക്കൂ, ഭർത്താവിന്റെ വീട്ടുകാരല്ലേ, 2 ചവിട്ടും കുത്തും കൊലപാതക ശ്രമവും ഒക്കെ ഉണ്ടായി എന്നിരിക്കും, അതൊക്കെ സ്വാഭാവികമല്ലേ എന്ന കാണാപ്പാടം പഠിച്ച വചനം ആ പെൺകുട്ടിയും പറഞ്ഞു പഠിപ്പിച്ചു. ഒടുവിൽ അത് മറ്റൊരു മരണത്തിൽ കലാശിച്ചു. എനിക്കിവിടെ പറയാനുള്ളതൊന്നേ ഉള്ളൂ, ഈ നാട്ടിൽ സ്ത്രീധന നിരോധന നിയമം അതിശക്തമായി തന്നെ നടപ്പിലാക്കണം. സ്ത്രീധനം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനുമെതിരെ ഇവിടെ നടപടികൾ ഉണ്ടാവണം. സ്ത്രീധനം വാങ്ങിയ കേസിൽ, കൊടുത്ത കേസിൽ കുറച്ചു പേരെങ്കിലുമൊക്കെ ഇവിടെ ജയിലിൽ കിടക്കുകയോ ശിക്ഷ അനുഭവിക്കുകയോ ചെയ്താൽ ഈ നാടിനത് മാതൃകയായി മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശക്തമായ നിയമങ്ങൾ ഉണ്ടായാൽ പോരാ, അത് നടപ്പിലാക്കുക കൂടെ വേണം. അല്ലെങ്കിൽ ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച ആ ലിസ്റ്റിൽ നിരവധി പെൺകുട്ടികളുടെ പേര് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ എഴുതി ചേർക്കേണ്ടി വരും. ദുരന്തങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.